അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ്ജ അറഫയുടെ ദിവസങ്ങളിലാണ് നമ്മൾ ഇപ്പോൾ നിലകൊള്ളുന്നത്. അടുത്ത ദിവസം പെരുന്നാളാണ്. ഒരു പിതാവിൻ്റെയും പുത്രൻ്റെയും ഇലാഹിനോടുള്ള അത്യാധികമായ സ്നേഹവും വിശ്വാസവും അർപ്പണവുമാണ് ആ ബലി പെരുന്നാൾ എന്നുള്ളത്. ആ ദിവസം നമ്മൾ സ്മരിച്ച് അവരെ അത്രക്കും സ്മരിച്ചുകൊണ്ട് ഓരോ കർമ്മങ്ങൾ ചെയ്യേണ്ടതാണ്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമും അവരുടെ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമുമാണ് ആ രണ്ട് പിതാവും മകനും. പിതാവായ ഇബ്രാഹിം നബിയും മകനായ ഇസ്മായിൽ നബിയും അല്ലാഹുമായുള്ള അത്രക്കും ഉള്ള അടുപ്പത്തിൻ്റെ ത്യാഗത്തിൻ്റെ ഒരു ദിനമാണ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തൻ്റെ മകനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്നത് തന്നെ. അത്യാവശ്യമല്ല, നല്ല അധികം പ്രായമുള്ളവരായിരുന്നു മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവരുടെ ഭാര്യയും. നല്ല പ്രായമുണ്ടായിരുന്നു ഇബ്രാഹിം നബിക്കും ഭാര്യയ്ക്കും. ഒരു മകനില്ലാത്തതിൻ്റെ വിഷമം രണ്ടുപേർക്കും നല്ല അധികമുണ്ടായിരുന്നു. എന്നാലും ഇലാഹായ അള്ളാഹുവിൽ അവർ വിശ്വസിച്ച് ജീവിച്ചു. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല കുറേ വർഷങ്ങൾക്ക് ശേഷം അവർക്ക് ഒരു പുത്രനെ നൽകി, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഭാര്യ ഹാജറ ബീവിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പുത്രനെ നൽകി. അപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന വരുന്നത്, മകനെയും ഭാര്യയെയും ഇന്നാലിൻ്റെ ഒരു നാട്ടിലേക്ക് കൊണ്ടുപോയി, അതായത് മക്കയിലേക്ക് കൊണ്ടുപോയി അവിടെ താമസിപ്പിക്കുക, അവരെ അവിടെ നിർത്തിയിട്ട് താങ്കൾ തിരിച്ചു പോരുക. അതായിരുന്നു ഇബ്രാഹിം നബി ഇസ്ലാമിനോടുള്ള കൽപ്പന. അള്ളാഹുവിൻ്റെ കൽപ്പനയെ മാനിച്ച് അദ്ദേഹം ഭാര്യയെയും മകനെയും മക്കയിലേക്ക് കൊണ്ടുപോയി അവിടെ നിർത്തി തിരിച്ചു പോന്നു. അവർ ഒറ്റക്കായ സമയത്ത് ചുറ്റും താമസങ്ങളോ ആളുകളോ വെള്ളമോ ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഒരു സാഹചര്യമില്ലാത്ത സ്ഥലമായിരുന്നു അന്ന്. അവർ അത്യധികം അവിടെ ത്യാഗം സഹിച്ച് നിൽക്കുന്ന സമയത്ത് മകനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാം ചെറിയ കുട്ടിയായതുകൊണ്ട് തന്നെ ദാഹിച്ചിട്ട് വളരെയേറെ ദാഹം കാരണം കുട്ടി കരയാൻ തുടങ്ങി. ആ അവസ്ഥയിലാണ് മഹദിയായ ഹാജറ ബീവി കുട്ടിയെ അവിടെ വെച്ചുകൊണ്ട് വെള്ളത്തിനായി സഫയിലേക്കും മറവയിലേക്കും ഒരുപാട് സ്ഥലങ്ങളിലേക്ക് അങ്ങനെ ഓടി അങ്ങനെ വെള്ളം കിട്ടാത്തൊരവസ്ഥയിൽ കുട്ടിയാണെങ്കിൽ ഭയങ്കര കരച്ചിലും. അങ്ങനെയാണ് മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാം അവിടുത്തെ കാലിട്ടടിച്ചപ്പോൾ അവിടെ നിന്നൊരു ജലപ്രവാഹം ഉണ്ടായതും ആ വെള്ളം സംസം, പരിശുദ്ധമാക്കപ്പെട്ട സംസം വെള്ളം, അതിൽ നിന്ന് അവർ കുടിക്കുകയും അവരുടെ ആവശ്യത്തിലുള്ള നിർവഹണങ്ങളൊക്കെ ചെയ്തത് ആ വെള്ളം കൊണ്ടായിരുന്നു. അവർക്ക് ആ വെള്ളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുത്തു. അങ്ങനെ ഈ ഒരു പരീക്ഷണ ഘട്ടം കുറേ വർഷങ്ങൾക്ക് ശേഷം അവസാനിച്ചപ്പോൾ പിന്നീട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് രണ്ടാമതൊരു കൽപ്പന അള്ളാഹുവിൽ നിന്ന് വരികയുണ്ടായി. മകനെ ബലി അർക്കണം എന്നതായിരുന്നു രണ്ടാമത്തെ പരീക്ഷണം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം മകനോട് പറഞ്ഞു, ഇങ്ങനൊരു സ്വപ്നം അള്ളാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തന്നിട്ടുണ്ട്, നിന്നെ അർക്കണം, ബലി അർക്കണം എന്നതായിരുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന എന്ന്. അപ്പോൾ ആ മകൻ പറഞ്ഞ വാക്ക് വളരെയേറെ അത്യധികം മനസ്സിൽ തട്ടുന്നൊരു വാക്കായിരുന്നു. വാപ്പ, അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാപ്പ അത് ചെയ്യണം. അങ്ങനെയാണ് ആ മകൻ പറഞ്ഞത്. അല്ലാഹു തആല വാപ്പയോട് അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിതാവ് അതുപോലെ ചെയ്തിരിക്കണം. അങ്ങനെ അത്രയധികം ആ മകനും അള്ളാഹുമായിട്ടുള്ള അടുപ്പം, ആ വാപ്പയും അള്ളാഹുമായിട്ടുള്ള അടുപ്പം, അങ്ങനെ ആ കൽപ്പന നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് അവരെയും കൂട്ടിയിട്ട് ബലി അറുക്കാൻ വേണ്ടി പോവുകയാണ്. ആ ബലി അറുക്കാൻ പോകുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് പറയുന്നുണ്ട് ആ കുട്ടിയോട്,
നിന്നെ എവിടേക്ക് കൊണ്ടുപോകുന്നത് നിനക്കറിയോ, നിന്നെ അറക്കാൻ കൊണ്ടുപോകാട്ടോ. ആ സമയത്താണ് അവർ മഹാനായ ഇസ്മായിൽ അലൈഹി സ്വലാം ഒരു കല്ലെടുത്തുകൊണ്ട് അയാളെ എറിയുകയുണ്ടായത്. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ട് പോയി ആ ബലിയറക്കാൻ വേണ്ടി നിന്ന് കത്തിയെല്ലാം മുറിച്ച് കൂട്ടിയിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെ കഴുത്ത് അറക്കാൻ പോകുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു, താങ്കൾ പരീക്ഷണത്തിൽ വിജയിച്ചിരിക്കുന്നു, താങ്കൾ താങ്കളുടെ മകനെ അറക്കേണ്ട ആവശ്യമില്ല. പകരം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ആടിനെ നൽകി. ആ ആടിനെയാണ് പിന്നീട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അറുത്തത്. ഈ ആട് എവിടെ നിന്ന് വന്നു എന്നൊരു ചോദ്യമുണ്ടാകാം. ഈ ആടിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ നിന്നും ഇറക്കി കൊടുത്തതാണ്. അപ്പോൾ വേറൊരു ചോദ്യം, സ്വർഗത്തിൽ എങ്ങനെ ഈ ആട് വന്നു എന്നതാണ്. അത് പറയാം. മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അതായത് മനുഷ്യകുലത്തിൻ്റെ പിതാവ്, എല്ലാ മനുഷ്യന്മാരുടെയും പിതാവായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്താണ് ആ സംഭവം ഉണ്ടായത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് 2 മക്കളുണ്ടായിരുന്നു. 2 മക്കളല്ല, 40 മക്കളുണ്ടായിരുന്നു. അത് 2 മക്കൾ, 2 ആൺമക്കൾ, ഹാബീലും കാബീലും. എല്ലാവർക്കും അറിയാവുന്ന സുപരിചിതമായ 2 പേരുകളാണ് ഹാബീലും കാബീലും. ഈ ഹാബീലും കാബീലും തമ്മിലുണ്ടായ വഴക്കിൽ പ്രശ്നപരിഹാരത്തിനായി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഒരു ഖുർബാൻ സമർപ്പിക്കാനായിരുന്നു. അതായത് ഒരു കാണിക്ക. ഒരു രാജാവിൻ്റെ മുമ്പിലേക്ക് നമ്മൾ പോകുമ്പോൾ രാജാവിനെ കാണിക്ക വെക്കുന്ന പരിപാടിയുണ്ട്. വിലപിടിപ്പുള്ള വസ്തുക്കളും സ്വർണ്ണങ്ങൾ, അതുപോലത്തെ പല വിലപിടിപ്പുള്ള, അയാളുടെ കയ്യിൽ എന്താണ് വിലപിടിപ്പുള്ളത് അത് എന്ത് ചെയ്യും, കാണിക്ക വെക്കുന്നൊരു പരിപാടിയുണ്ട്. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കാണിക്ക വെക്കുവാൻ പറഞ്ഞു. ഈ ഹാബീൽ എന്ന വ്യക്തി ആടിനെ മേക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹം കുറേ ആടുകളുണ്ടായിരുന്നു, അദ്ദേഹത്തിന് കുറേ ആടുകളുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് കുറേ ആടുകളുണ്ടായപ്പോൾ അതിലേറ്റവും നല്ല ഇളയ ആടിനെ, നല്ല ചെറുപ്രായമുള്ള നല്ല ഇളയ ആടിനെ അദ്ദേഹം അല്ലാഹു തആലയ്ക്ക് ഖുർബാൻ സമർപ്പിക്കുകയും, മറ്റേ വ്യക്തി കാബീൽ എന്നയാൾ, അയാൾ കൃഷിക്കാരനായിരുന്നു. അയാളെ കൃഷിയിൽ ഏറ്റവും മോശപ്പെട്ട വിള തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് സമർപ്പിച്ചു. ആകാശത്തു നിന്നൊരു തീ വരികയും ഹാബീലിൻ്റെ ആ ആടിനെ എടുത്തു കൊണ്ടുപോവുകയും ചെയ്തു. ഈ ആടിനെയാണ് പിന്നീട് പല വർഷങ്ങൾക്ക് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഇറക്കി കൊടുക്കുകയുണ്ടായത്. അപ്പോൾ ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെയും മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെയും അവരുടെ മാതാവ് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെ മാതാവ് ഹാജറ ബീവിയുടെയും ത്യാഗപൂർണമായ ജീവിതം സ്മരിച്ചുകൊണ്ടാണ് പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജും അതുപോലെ തന്നെ ബലിപെരുന്നാളും നമ്മൾ നിർവഹിക്കുന്നത്. നമ്മൾ ബലിപെരുന്നാൾ ആഘോഷിക്കുമ്പോഴും ഹജ്ജ് ചെയ്യുമ്പോഴും നമ്മൾ മനസ്സിൽ കരുതേണ്ട 2 നല്ല വ്യക്തികളാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം, അവരുടെ ഭാര്യ ഹാജറ ബീവിയും, ഇരുവരുടെയും മകനായ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമും. അവരുടെ ത്യാഗപൂർണമായ ജീവിതം തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അവർ സമർപ്പിച്ചു. അവരുടെ ജീവിതം അള്ളാഹുവിലായി അവർ സമർപ്പിച്ച ആളുകളാണ്. അത്രക്കും അള്ളാഹു പരീക്ഷണം കൊടുത്തപ്പോൾ ആ പരീക്ഷണത്തെ അവർ നേരിട്ടത് കൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സമയത്താണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു സ്ഥാനം നൽകിയത്, ഖലീലുല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഒരു സ്ഥാനം നൽകി, ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹി സലാം എന്നൊരു പദവി അള്ളാഹു സുബ്ഹാനഹു വ തആല അപ്പോഴാണ് നൽകിയത്. ആ ത്യാഗപൂർണമായ ജീവിതം സ്മരിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ബലിപെരുന്നാൾ ആഘോഷിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.